സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉച്ചയ്ക്ക് ചോറിനോടൊപ്പമെല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരവും പോഷകസമൃദ്ധവുമായ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായി കോവയ്ക്കാത്തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കൂടാതെ 10 മുതൽ 12 വരെ ചുവന്ന ഉള്ളി, 6 മുതൽ 8 വരെ വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അരിയുക. കോവയ്ക്ക സാധാരണ രീതിയിൽ അരിയുന്നതിൽ നിന്നും വ്യത്യസ്തമായി 4 കീറിയാണ് അരിയേണ്ടത്. പിന്നെ ചുവന്ന നിറത്തിൽ കാണുന്ന കോവയ്ക്ക അരിയാതിരിക്കുന്നതാണ് തോരന് രുചി കൂടുതലുണ്ടാവാൻ നല്ലത്. അതായത് അധികം മൂക്കാത്ത കിളുന്ത് കോവയ്ക്ക അരിയുന്നതാണ് തോരന് രുചി ഏറാൻ നല്ലത്. ഇനി ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് മൂപ്പിക്കുക. ഇങ്ങനെ മഞ്ഞൾ പൊടി ചൂടായ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ നല്ല രുചിയും നിറവും തോരന് ലഭിക്കുന്നതാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ പാനിലോട്ട് ഇടുക. പച്ചമുളക് നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നല്ല മൂപ്പ് കുറഞ്ഞ കോവയ്ക്കയാണെങ്കിൽ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അഥവാ മൂപ്പ് കൂടിയതാണെങ്കിൽ തുറന്നു നോക്കി വെന്തിട്ടില്ല എങ്കിൽ പിന്നീടും അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കണം. ഇവിടെ കിളുന്ത് കോവയ്ക്ക ആയതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് വിട്ടിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് ഇത് നല്ലപോലെ ഇളക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം കൂടി അടപ്പ് തുറന്നു വെച്ച് മൊരിയിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും കോവയ്ക്കാത്തോരൻ ഉറപ്പായും ഉണ്ടാക്കി കഴിക്കണം. ടേസ്റ്റിയും പോഷക സമൃദ്ധവുമാണ് ഈ തോരൻ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്